ഹരേ കൃഷ്ണ, ജയ് ശ്രീ രാധേ രാധേ. അപ്പോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഭഗവാന്റെ ഒരു ശ്ലോകമായിട്ടാണ്. ഏത് ശ്ലോകാന്നല്ലേ? ഏത് ശ്ലോകാണെന്ന് നിങ്ങൾ തന്നെ പറയണം. എന്തായാലും ഞാൻ ആ ശ്ലോകം പറയുന്നതിന് മുമ്പേ അതിൻ്റെ ആ ശ്ലോകത്തിൻ്റെ ചെറുതായിട്ടുള്ളൊരു അർത്ഥം പറയാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് നോക്ക്. ഞാനിതാ എൻ്റെ മനസ്സുകൊണ്ടും ഇന്ദ്രിയങ്ങൾ കൊണ്ടും ശരീരം കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അങ്ങനെയുള്ള എല്ലാം ഞാനിതാ അങ്ങേക്കായിട്ട് സമർപ്പിതമായിട്ട് ചെയ്യാണ് ഭഗവാനേ എന്ന് പറയുന്ന ഒരു മന്ത്രമാണ്. മന്ത്രമല്ല, ശ്ലോകമാണ്. അപ്പൊ ഈ ശ്ലോകം ഏതാണെന്ന് നിങ്ങൾക്കറിയോ? ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. വേറൊരു ക്ലൂവും കൂടെ തരാം ഞാൻ. നമ്മൾ ഏത് യജ്ഞം കഴിഞ്ഞിട്ടും ഏത് ജപം കഴിഞ്ഞിട്ടും ഒക്കെ നമ്മൾ ഭഗവാനിലേക്ക് സമർപ്പിതമായി ഞാനിതാ ഇതൊക്കെ ചെയ്തു അല്ലെങ്കിൽ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവസാനം ചൊല്ലുന്നൊരു മന്ത്രം കൂടിയാണ്. ഇപ്പൊ പലർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എന്നാൽ ഞാൻ പെട്ടെന്ന് തന്നെ ആ ശ്ലോകത്തിലേക്ക് പോവാം. കായേന വാച മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതിർ സ്വഭാവാൽ കരോമി യദ്യത് സകലം പരസ്മൈ ശ്രീനാരായണായേതി സമർപ്പയാമി. അപ്പോൾ ഈ ശ്ലോകമാണ് ഞാൻ ഇപ്പം നിങ്ങളുടെ മുന്നിൽ ചെറുതായിട്ടൊന്ന് വ്യാഖ്യാനിച്ചത്. എന്തായാലും നിങ്ങൾക്ക് ആർക്കൊക്കെ മനസ്സിലായി ഇതാണ് ശ്ലോകം എന്നുള്ളത്? പലർക്കും മനസ്സിലായിട്ടുണ്ടാകും അല്ലേ? അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കായേന വാച മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതിർ സ്വഭാവാൽ കരോമി യദ്യത് സകലം പരസ്മൈ ശ്രീനാരായണായേതി സമർപ്പയാമി. ശരീരം കൊണ്ടും വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ഇന്ദ്രിയങ്ങൾ കൊണ്ടും ബുദ്ധി കൊണ്ടും അതുപോലെ നമ്മുടെ ആത്മാവ് കൊണ്ടും ഞാൻ എന്തെല്ലാം ചെയ്യുന്നു, എന്തെല്ലാം പ്രവർത്തിക്കുന്നു, എൻ്റെ യജ്ഞം, ഹോമം, ജപം എല്ലാം ഇതാ അങ്ങേക്കായിട്ട് സമർപ്പിച്ചിരിക്കുന്നു നാരായണ എന്നാണ് ഇതിൻ്റെ അർത്ഥം. പലർക്കും ഇത് അറിയായിരിക്കും, എന്നാൽ അറിയാത്തവരും ഉണ്ടാകും. അവർക്കായിട്ടാണ് ഞാനിത് പറയുന്നത്. ഇതിപ്പോൾ ഞാൻ ചെറുതായിട്ട് ചുരുക്കി മാത്രമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇത് നിങ്ങൾ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ ഇത് പല രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. നമ്മളിപ്പോൾ എന്തൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും അതിൻ്റെ ഫലം ആഗ്രഹിച്ചാവരുത് നമ്മൾ ഒരു പ്രവൃത്തിയും ചെയ്യുന്നത്. അത് ഭഗവാൻ ഭഗവത്ഗീതയിൽ അർജുനനോട് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലേ. നമ്മൾ ഭഗവത്ഗീതയിൽ കേട്ട ഒരു ശ്ലോകമാണ് കർമ്മണ്യേ വാധികാരസ്തേ മാ ഫലേഷു കഥാചന.